ദേഹമാസകലം വെട്ടേറ്റ് 13 സെക്കൻഡ് ഹൃദയം നിലച്ചുപോയ ICUവിൽ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി മരണമൊഴി രേഖപ്പെടുത്തിയ ഒരു അധ്യാപകന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ കനലരിയും കഥയുമായി മെയ് 3 രാത്രി 6:30 സക്സസ് സ്റ്റോറി എത്തുന്നു. ഇപ്പോൾ സംഘർഷം ചുറ്റുപാട് നടക്കുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു കടയുണ്ട്, അവിടെ ഒരു സ്വർണ്ണപ്പഴ എടുക്കുന്ന ഒരാളാണ് അച്ഛൻ. അവിടെ 4-5 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവിടെയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഫോട്ടോ എല്ലാം നിരത്തി വെച്ച പ്രത്യക്ഷത്തിൽ തന്നെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അച്ഛൻ. അതുകൊണ്ട് ഏതായാലും വന്നല്ലോ, അപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ആരെയും കുറെ ആക്രമിക്കാവുന്ന രീതിയിൽ അച്ഛൻ്റെ ഷോപ്പിലേക്ക് പിന്നെ ബോംബെറിഞ്ഞു. അതിനുശേഷം വാളുകൊണ്ട് വെട്ടി. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ കൈയെല്ലാം മുറിക്കേണ്ടി വന്നു, വലത് കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു. ബെല്ലടിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ബസ്സിറങ്ങി സ്കൂൾ കുട്ടികൾക്കൊപ്പം VK സുരേഷ് ബാബു എന്ന അധ്യാപകൻ സ്കൂൾ ലക്ഷ്യമാക്കി അതിവേഗം നടന്നു. നിർത്തിയിട്ട കാറിനു പിന്നിൽ നിന്ന അക്രമി സംഘം ആ അധ്യാപകനെ വളഞ്ഞു. കോട്ടയുടെ മുമ്പിൽ കുട്ടികളെ ഇറക്കിയതിന് ശേഷം അവിടെ നിർത്തിയിടുന്ന ഒരു കാറുണ്ട്. ആ കാറിൻ്റെ പിന്നിൽ എന്നെ പ്രതീക്ഷിച്ച് അവർ നേരത്തെ നിൽക്കുന്നുണ്ട്. 9:50 അവിടെ ബെല്ലടിക്കും. അപ്പോഴാ വേഗം നടന്നങ്ങ് പോകുന്ന സമയത്ത് കാറിൻ്റെ പിന്നിൽ ആളിങ്ങനെ ഓടി വരികയാണ്. മുഖം ഇങ്ങനെ ടവലോടെ കെട്ടിയിട്ടുണ്ട്. വളഞ്ഞ് 2 പേരെ എന്നെ അപ്പുറം പിടിച്ചു. അക്രമികളിൽ ഒരാൾ ആ മനുഷ്യന്റെ ഇരുകൈകളും പിന്നോട്ട് ചേർത്ത് മുറുക്കി പിടിച്ചു. മറ്റൊരാൾ ഇരുഭാഗവും മൂർച്ചയുള്ള നീളത്തിലുള്ള കത്തി അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി. കയറ്റുന്നതായി ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് കയറി ഉടനെ എൻ്റെ ബോധം നഷ്ടപ്പെടും. അപ്പോഴത്തേക്ക് 2-3 പേരിങ്ങനെ വെട്ടുന്നുണ്ട്, തലക്ക്, മുതുകിൽ, കാലിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അവർ ഒരുപക്ഷെ ഹാർട്ടിനെ ഉദ്ദേശിച്ചായിരിക്കും കുത്തിയത്, പക്ഷെ ഒട്ട് താഴെയായി. അതുകൊണ്ട് സ്പ്ലീൻ ഇങ്ങനെ റിമൂവ് ആയിട്ട് അതിനകത്തായി. മറ്റുള്ളവർ ചുറ്റും നിന്ന് ആ മെലിഞ്ഞ മനുഷ്യന്റെ ശരീരം വെട്ടിനുറുക്കി. മരണത്തിന്റെ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച VK സുരേഷ് ബാബു എന്ന അവാർഡ് ജേതാവായ അധ്യാപകനെ അറിയാൻ 3 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. 4ാമത്തെ ദിവസം ചെറിയൊരു ബോധം വന്നപ്പോൾ തലശ്ശേരി മജിസ്ട്രേറ്റ് വന്ന് മരണമൊഴി എടുത്താണ്. എന്നിട്ട് അവർ എഴുതിയതിന് ശേഷം ഞാൻ ഇവിടെ തമ്പ് ഇംപ്രഷൻ ചെയ്യണം. അപ്പോൾ കുറേ ദിവസത്തോളം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു, എൻ്റെ മഷി. മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി.